ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ എന്ന് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് പില്ലർ, ലിസണിങ്, റീകമ്മിറ്റ്മെന്റ് ആൻഡ് കോംപ്രമൈസ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത്, നിങ്ങൾ അവർക്കൊരു പില്ലർ ആയിരുന്നു, അല്ലെങ്കിൽ എല്ലാ രീതിക്കും നിങ്ങൾ അവർക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ട് നിന്ന ഒരു പാർട്ട്ണർ ആയിരുന്നു എന്നുള്ളത് ഇവരിപ്പോ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിസണിങ് ആ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ബന്ധത്തില് ഇപ്പൊ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സമയം കൂടെ ചിലവാക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കേട്ടിരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ഇവര് കാണിക്കണമായിരുന്നു. അത് ഇവര് കാണിക്കാതിരുന്നതിൽ ഇവർക്ക് ഇപ്പൊ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അവർക്ക് ഒരു പില്ലർ ആയിട്ട് നിന്നത് ആ ഒരു സ്ഥാനത്തേക്ക് മറ്റാരെയും അവർക്ക് സങ്കല്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്ക് ലഭിച്ചിട്ടില്ല. ആരൊക്കെ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് പകരമാകില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് കോംപ്രമൈസ് ആകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും again നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരാനും ഇവർക്ക് ആഗ്രഹമുള്ള ഒരു എനർജിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അതുപോലെ റിലേഷൻഷിപ്പിൽ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചു നിൽക്കുന്ന വ്യക്തികളാണ്. അല്ലാതെ ഒരു ഷോർട്ട് ടേം ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന് ഒന്ന് സംസാരിച്ച് ഇറങ്ങി പോവുക എന്നുള്ള രീതിക്കല്ല ചിന്തിക്കുന്നത്. എല്ലാ രീതിക്കും കോംപ്രമൈസ് ആക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ലൈഫ് ലോങ് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കുറിച്ചാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും മൈൻഡിലേക്ക് വരുന്ന ഒരു തോട്ട്സ്.